ഒരു ചെറുക്കനെ എഴുതിയിട്ടുണ്ട്. ആര്യൻ ഒക്കെ നിങ്ങൾ രണ്ടുപേരെക്കാൾ നല്ല പ്ലെയർ ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്കും തോന്നിയിട്ടില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞ സ്ഥിതിക്കല്ലേ പറയേണ്ടത്. ഇപ്പൊ പറയാലോ, ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, ആ പക്ഷെ ഇപ്പൊ പറയല്ല. ഞങ്ങള് ഞാൻ പറഞ്ഞ അനിയനെ പോലെ കാണുന്നവനാണ്. ഗെയിം അടിക്കാൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ അവന് നമ്മളിപ്പോ ഒരു നല്ലൊരു അല്ല നാമ ഒരു ഉദവി പണിട്ട് അല്ല അവന്റെ അതുമല്ലടിയ, ഗെയിം. ആ ഫിസിക്കലില്ലേ, ഫിസിക്കൽ ലെവൻ സെറ്റാണ്, അടിപൊളിയാണ്. പക്ഷെ അല്ലാത്ത പിന്നല്ലോ. കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്തിരി ഒരു ഡൗൺ ആയിട്ട് വരുന്നത്. അല്ലാത്ത പക്ഷം ഇത് ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് മാറ്റി വെച്ചാലും അവന് അവന്റേതായിട്ടുള്ളൊരു ഉം ഫണ്ണായിട്ടുള്ളതും ജിസയിലുമായിട്ടുള്ള ഒരു ഉം കോമ്പോ ഒക്കെ അവരുടെ സ്ട്രാറ്റജിയാണ്. നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഇപ്പൊ ഇത് നിൽക്കുന്നുണ്ടല്ലോ നൈസായിട്ട്, അതോ നല്ല ഗെയിമർ ആയതുകൊണ്ടാണ്. നിക്കട്ടെ. ആ ചെറുക്കൻ നമ്മൾ പണ്ടേ പറയുമായിരുന്നല്ലോ, ചെറുക്കന് ഗെയിമൊക്കെ ഉണ്ട്. ചെറുക്കന്റെ ഗെയിം മറ്റേ എന്താണ് അതിന്റെ പേര്, നമ്മുടെ ഒരു എഫക്ട് ചെയ്യുന്നത് ആ ഒരു ഒറ്റ ഒരു സീനിലാണ്. അവരുടെ ആ ഒരു സ്ട്രാറ്റജി, ലവ് ട്രാക്ക് സ്ട്രാറ്റജിയിൽ. അത്രേ ഉള്ളൂ, അതാണ് സംഭവം. ഇല്ലാതെ ആദില എന്ത്. ആദില ഏഹ് ആദില നോമിനേഷനിൽ നിങ്ങളെ ചതിച്ചതാണ്, എന്താ പറയാനുള്ളത്? അതാണ് ആദിലെ ചതിച്ചതായിട്ട് ഞാൻ കാണില്ല. ഞാൻ അതിന് പറഞ്ഞിട്ടില്ല. ആദിലെ നൂറയ്ക്കും അവര് ഞാൻ ഇപ്പോഴും ഇറങ്ങുമ്പോഴും ഞാൻ പറഞ്ഞു, എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടും പറഞ്ഞു അവരാണ് എന്നെ നോമിനേറ്റ് ചെയ്തത്, അനീഷ് നോമിനേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു ഇന്റർവ്യൂവിൽ പറഞ്ഞു, എന്നോട് ഫസ്റ്റ് ആയിട്ട് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് അനീഷ് നമ്മളൊരു സ്ട്രോങ് ഗെയിമർ ആയിട്ട് കാണുന്ന ആളാണ്. അനീഷിനും എനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന രീതി ഉണ്ടാണ്. ഇവരെല്ലാരും പറയും ഫസ്റ്റ് വീക്ക് എന്നെ അഭിയും കണ്ടില്ല എന്ന് പറയും. അതെ. അതങ്ങനെയല്ല. ഇവർക്ക് അറിയാത്തൊരു കാരണമുണ്ട്. അതായത് ഇവര് ലൈവിലും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവര് ചിലപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ എപ്പിസോഡിലും കണ്ടു കാണില്ല. ഉം. നമ്മൾ രണ്ടുപേരും അന്നെടുത്ത തീരുമാനമാണ് ഇവന് നമ്മൾ കണ്ടന്റ് കൊടുക്കില്ല. അതെ 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 അതെ. അതായത് ഞങ്ങൾ അനീഷിന്റെ അടുത്ത് എർത്ത് പിടിക്കാൻ പോയിട്ടില്ല. ഞാനും അഭിലാഷും. അനീഷ് അതുമല്ല, രണ്ടുപേരെ ഫസ്റ്റ് ഏഹ്, ഫസ്റ്റ് ഞാൻ ആ എടുത്ത് പിടിച്ച് പിടിച്ച് നമ്മൾ തമ്മിൽ ടോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടാന്ന് പറഞ്ഞിട്ട്. കാര്യം അവൻ ആ പിന്നെ ഞാൻ പറഞ്ഞു മറ്റുള്ളവരുടെ ഞാൻ ഫേസ് പറഞ്ഞു നോക്കിയാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ഒരു ഒരു നമുക്ക് ഈ എല്ലാരും കാണിക്കുന്ന ഒരു സാധനം, ഒരു മിസ്റ്റേക്ക് കാണിക്കരുത്. അവനായിട്ട് പോയിട്ട് ആ നമ്മൾ എറുത്ത് പിടിക്കില്ലാന്ന്. അപ്പൊ എന്തായി, നമുക്ക് വിസിബിലിറ്റി കുറഞ്ഞു പുറത്ത്. ഉം. അതെ, അപ്പൊ സത്യം സത്യം. നമ്മളൊന്നും ചെയ്യാത്തവരായി. അപ്പൊ ഈ മറ്റേ അപ്പും ടുട്ടും കൂടി ഗ്രൂപ്പും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമ്മളെ തെറി പറയുന്ന ഇതൊക്കെ ആൾക്കാർ വിശ്വസിക്കും. അതാണ് അതെ സംഭവം. അതെ ആ സത്യം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഒരു സംഭവം പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ അവിടെ ഗ്രൂപ്പ് കളിച്ചവന്മാരെ പൊളിക്കാനുള്ള ഈ പറഞ്ഞ പോലെ ഒരു സൗഹൃദം വരുന്ന നമ്മളെ അതിനെ ഗ്രൂപ്പ് എന്ന് വിളിച്ചവന്മാർ അവിടെ ഉള്ളേ. ഏത് സത്യം. ഞാനും നീയും പിന്നെ നെവിനും അവിടെ നിന്നേച്ചു, സിഗരറ്റ് വലി കമ്പനി. പിന്നെ ഉം. അതിന്റെ കൂടെ മറ്റേ എന്താണ് ആ, നമ്മുടെ ഷാനവാസം ഒന്ന് വൈബെടുക്കും. ഇതൊക്കെയായിരുന്നല്ലോ നമ്മുടെ ഉം. ഒരു ആദ്യത്തെ ദിവസങ്ങള്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ ഗെയിം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ആ മൂന്നാമത്തെ ആഴ്ച തൊട്ട് അങ്ങോട്ട് നമ്മള് പിന്നെ മുകളിലേക്ക് പോയിട്ടുള്ളു. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ആൾക്കാര്, അഭിലാഷും ഞാനും എന്താണെന്നുള്ളത് ഫ്രണ്ട്സ് എന്നുള്ളൊരു റിയൽ ഫ്രണ്ട്സ്, അല്ലാതെ അതെ അതെ മറ്റേ ഈ അതെ. പറഞ്ഞ പോലെ ഒരു എപ്പിസോഡിന് വേണ്ടി ഫ്രണ്ട്സ് അല്ല. നമ്മള് ചുമ്മാ ഷാനവാസ് അപ്പുറത്തും ഇപ്പുറത്തും പോയി ഷാനവാസ് കിറുക്കിയത്. അനീഷും എടാ കാണിക്കുന്നത് എന്നെ ഫ്രണ്ട്ഷിപ്പ്. കോമഡി കോമഡി. ആ നീ അന്ന് മറ്റേ പോയി പറഞ്ഞില്ലേ, അവരുമായിട്ട് പോയി ഇരുന്നില്ലേ, നമ്മള് മറ്റേ വൈൽഡ് കാർഡ് വന്നപ്പോഴത്തേക്ക് ഒരു സീൻ വന്നില്ലേ, നീ ആ പോയി വൈൽഡ് കാർഡ്സിന്റെ അടുത്ത് ഞാൻ എന്നെ മറ്റേ വിമതൻ എന്ന് പറഞ്ഞു ആകെ ഓർമ്മയുണ്ട നീ? ആ ഓ അത് ആ പക്ഷെ അത് പക്ഷെ പുറത്തു വന്നില്ല. ആ അതല്ലാതെ നിങ്ങള് ഞാനും നീയും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുമ്പോ നീ അവിടെ നിന്നിട്ട് എന്റെ അടുത്ത് എന്നെ കുറിച്ച് പറയുന്നില്ലേ, ആ അവനൊരു ഇല്ല എന്നൊക്കെ പറയുന്നില്ലേ. അത് ഇവിടെ വന്നപ്പോഴത്തേക്ക് വൈഫൊക്കെ കണ്ടോ ഒരു ഇടിയോട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ ആ പറയാണേ, എടി നിങ്ങൾ അറിയാത്ത ബന്ധമാണ് അതിനകത്ത്. അവൻ വന്ന് തോളി കൈയിട്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്, ഞാൻ ഇവനോട് വന്ന് പറഞ്ഞടാ നിന്നെ വിമതനാക്കിയിരിക്കുകയാണ് അവിടെ. ആ, ഏ? പക്ഷെ അത് പുറത്തു വന്നിട്ടില്ല. അതാണ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എടാ ഇപ്പൊ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളിപ്പോ ആര്യനായിട്ട് എന്ത് ഇടി വീഴാലും നിനക്കറിയാലോ, പോയിട്ട് നമ്മളൊരു സിഗരറ്റ് വെച്ച് തീർന്ന് ബ്രദർ മറ്റേ ഹായ് ബ്രദർ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവനെ ചെറുക്കനായിട്ട് നമ്മുടെ ബന്ധം. മനസ്സിലായ ഈ ഈ പറഞ്ഞ പോലെ. ഫൈറ്റ് നിക്കത്തില്ലല്ലോ അതിന്. അപ്പൊ ഇതൊന്നും ഇവര് ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ പേര്, നമുക്ക് പുറത്ത് കാണണ്ടോ ഇല്ലെന്ന് അറിയില്ലല്ലോ. ഉം. അതെ അതെ അതെ, അതാണ്. വരത്തില്ലല്ലോ ആ കൂടുതൽ.
പിന്നെ പിന്നെ ഒരു കാര്യം ഉണ്ടടാ. നമ്മള് ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഒരു ഏഹ്, ഒരു എന്താണ് പിന്നെ നിങ്ങളുടെ രണ്ടെണ്ണം എപ്പിസോഡ് കാണിച്ചത് കാര്യങ്ങളുള്ളി കണ്ട ആൾക്കാര് പറയണ്ട. സോണിയ ജോസഫ്, ഒനിൽ ഉം. ചേട്ടനും മുൻഷി ചേട്ടനും ഫസ്റ്റ് വീക്ക് കിച്ചണിൽ ആകപ്പെട്ടു. പിന്നെ നിങ്ങളുടെ രണ്ടിനെ എപ്പിസോഡിൽ കാണിച്ചില്ല. കൂടുതൽ അക്ബർ, അനുമോൾ, ആര്യൻ കണ്ട. അത് അതെ. തന്നെ അപ്പൊ അത് അത് തന്നെ തന്നെയാണ്. സംഭവം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഞാനും അബിയും കൂടി എന്താണ് ഓരോ സാധനങ്ങള് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സിഗരറ്റ് റൂം കാണിക്കാത്ത കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അത് നമുക്കും നല്ലൊരു കാര്യമായി. കാരണം ഞങ്ങളുടെ പ്ലാൻസും ഈ പറഞ്ഞ പോലെ കൊറേയൊക്കെ ഒരുപാട്. ഉണ്ടായിരുന്നു. ആ പിന്നല്ലാതെ അത് അതൊരു ആ, പിന്നെ ഇവര് കാണുന്ന ഫുള്ള് നമ്മൾ ഇരുന്ന് ഊഞ്ഞാലാടുന്നതാണ്. ഫുൾ ഇപ്പൊ ടൈം നമ്മുടെ വിശ്വ ഊഞ്ഞാലാടും. മ്യൂസിക് ഇല്ലേ, വിശ്വ മ്യൂസിക്, നിനക്കറിയോ വിശ്വ മ്യൂസിക്? അവൻ എന്തുണ്ട് ആ ഇതില്? ഓ ആ ആ ഇപ്രാവശ്യം അവൻ ഓഡിഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ പ്ലാനിങ് ഒക്കെ ഉണ്ട്. പ്ലാനിങ് അല്ല, അവനെ അപ്രോച്ച് ചെയ്തു തോന്നുന്നുണ്ട്. അവൻ ആ, പിന്നെ വരാതിരുന്നാണോ എന്തോ ഇത് കാരണമൊക്കെ മാറിപ്പോയതാന്ന് തോന്നുന്നു. ആ വിശ്വാമിസിക്ക് വരായിരുന്നു വെച്ചല്ലേ. വരാൻ ചാൻസ് ഉണ്ടായിരുന്നതാണ് ഇപ്രാവശ്യം. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു, നിങ്ങളുടെ കോംബോ എന്ന് പറഞ്ഞിട്ട്. ആ എന്താണ് വേറെ ഒരു തവണ ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന സാബുമോൻ. ഓ കഷ്ടം. സീബ്രോ ലവ് യു മച്ച. ഓക്കെ മുത്തേ. സാബുമോനെ പറ്റി എന്നോട് ഇന്നലെ ഒരു ഇന്റർവ്യൂ ചോദിച്ചിട്ട് സാബുമോൻ എന്താണ് അവിടെ ഇരിക്കുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്കത് എന്താ അവ ചെറുക്കനെ നമ്മൾ പിന്നെ ഇട്ട് നശിപ്പിക്കണോ? ഞാൻ ആദ്യം തന്നെ അവനെ എല്ലാരും ഇട്ട് നശിപ്പിക്കാൻ നോക്കിയപ്പോ നമ്മൾ സഹായിച്ചവനാ സാബുമാനെ. നമ്മുടെ കൂടെയാണ് പിടിച്ചു നിർത്തിയത്. ആദ്യം എല്ലാരും എന്തൊക്കെയായിരുന്നു. ആ ചെറുക്കന് വേണ്ട കോൺഫിഡൻസ് ഒക്കെ കൊടുത്തു. അല്ലാതെ പിന്നെ ഈ പറഞ്ഞ പോലെ അവനെ അവിടെ ഇട്ട് താറാക്കണോ? ഒരിക്കലുമില്ല. അത് ഞങ്ങളുടെ ഗെയിം അല്ല. അത് ടുറ്റൂടെ കളിയാണ്. അതൊന്നും അത് ഗെയിമായിട്ട് കാണരുത്. ഞങ്ങള് അതൊക്കെ ഗെയിം. ആ കുറച്ച് പകുതിയൊക്കെ കഴിഞ്ഞപ്പോ ഈ പറയുന്ന പോലെ ഈ പകുതി എന്നല്ല പറയുന്ന, ആദ്യമേ നമ്മൾ ഗെയിം ആ പ്ലാൻ ആയിട്ട് പോയിട്ട് ഈ ബിഗ് ബോസിന്റെ പണി തന്ന് ഗെയിം പ്ലാൻ ഒക്കെ ഒരു വഴിയിലായി. പിന്നെ ഈ വന്നു ആ കയറിയ കാഴ്ചയില് ബാക്കി നാലുപേരും അറ്റാക്ക് ചെയ്ത് ഭയങ്കര മോശം ആയിട്ട് രീതിയിലാണ് എല്ലാവരും ഭയങ്കര അഗ്രസീവ് ടെൻഡൻസിയോട് എടാ വന്നത്. അഭിലാഷേ, ഒരു പെണ്ണ് അഭിലാഷേട്ടാ ഐ ലവ് യു. ശ്ശോ, എന്താണ് മോളെ, ഐ ലവ് യു ടു. പിന്നെ ആ, ടുട്ടു ഹൂസ് ദാറ്റ്? സാറ എബിആർ. സാറ എബിആർ. ടുട്ടു ഈസ് അക്ബർ. അപ്പു ആൻഡ് ടുട്ടു മറന്നുപോയാ നിങ്ങള്? അപ്പു നേരത്തെ പോയി, അതുകൊണ്ടാണ് ഇപ്പൊ ഓർക്കുന്നുണ്ടാവില്ല. അപ്പു ഈസ് അപ്പാണി, ടുട്ടു ഈസ് അക്ബർ. അപ്പു ടുട്ടു. ബെസ്റ്റ് ഗെയിം ബ്രോ ഐസ്. നെവിനെ കൊണ്ടൊന്ന് പറയൂ. നെവിനെ കൊണ്ടൊന്ന് പറയൂ. നെവിനെ എന്റെ നീയനല്ലേ മുത്ത്. അവന് ഞാൻ 2 കോയിൻ കൊടുത്തടാ ഇറങ്ങുമ്പോ. ആ, അത് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ? അല്ല അതങ്ങനെ ആ റൂൾസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആരും ചെയ്യുന്നില്ല. മനസ്സിലായോ? ഞാൻ അപ്പൊ തന്നെ പറഞ്ഞ് നെവിന് എന്റെ മോൻ നെവിന് 2 കോയിന് ഞാൻ കൊടുത്തു. ഓ, അങ്ങനെ ഉണ്ടല്ലേ. ആർക്ക് വേണേലും കൊടുത്തിട്ട് പോവാം. ആടാ പന്നി, നീ പോണതിന് മുമ്പ് എനിക്ക് 1 കോയിൻ തന്നിട്ട് പോയായിരുന്നു. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലേ. പോട്ട് 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 പോട്ട്. നമുക്ക് ഇതുവല്ലോ അറിയാവോ? മറന്നുപോയ കാര്യമായി. ഒനിലേട്ട, ഐ റിയലി അപ്രീഷിയേറ്റ് യു ആർ ദ ബെസ്റ്റ് ഇന്റലിജന്റ് പ്ലെയർ മാൻ. അതാടാ ബിഗ് ബോസും പറഞ്ഞടാ. താങ്ക് യൂടാ. താങ്ക്സ് താങ്ക്സ്. ബിഗ് ബോസ് താങ്ക്സ് താങ്ക്സ്. ഈ പറഞ്ഞ പോലെ എടാ ഇന്റലിജന്റ് പ്ലെയറിനൊക്കെ ഈ പറഞ്ഞ പോലെ മനസ്സിലായ ആൾക്കാർ വോട്ട് ചെയ്യൂല. PR ഉള്ളവന്മാരെ വോട്ട് ചെയ്യുള്ളൂ. FC ബോയ് ഇനി എപ്പോഴാ ഫാന്റാസ്മ നമുക്ക് വെക്കണം? അഭിലാഷും കൂടി വരുന്ന ദിവസം പോടെ ചേർക്കാന്ന് നീ ഐ ലവ് യു പറഞ്ഞത്. ഓർഡറൊക്കെ പക്ഷേ അഭിച്ചേട്ടാ ലവ് യു വീണ്ടും വേറൊരു ലവ് യു ആണ്. ആർക്കും എന്നെ ലവ് യു ഇല്ലടേ. ഇത്ര അഭിലാഷിന് മാത്രം ലവ്. അവനൊരു ലവ് യു കൊടുത്തേ പ്ലീസ് അടയോ. ഒന്നൊരു ലവ് യു നിങ്ങൾ കൊടുക്കുക. എന്തോന്നടേ ബ്രോ ഒരു കാണിക്കും. ഹായ് പറയാമോ FC ബോയ്? ഒരു ലവ് സുഖമാണോ? എല്ലാരും ഒന്ന് ടൈപ്പ് ചെയ്തിടണം. അഭിച്ചേട്ടാ ലവ് യു. അത് അവനൊന്ന് അഭിച്ചേട്ടൻ ഫാൻസ് ആണ്. അഭിച്ചേട്ടാ ലവ് യു. സി ബ്രോ യുവർ ടോക്കിംഗ് സ്റ്റൈൽ ചുമ്മാ തീ. തേങ്ങക്കൊല ഇന്റലിജന്റ് പോലും. എന്നെ ജംഷീദ. ഐ ലവ് യു എന്ന് പറഞ്ഞിട്. ബ്രോ ഫുഡ് ഫെസ്റ്റ് കോട്ടയം വരുമോ? ലവ് യു ആയിക്കോട്ടെ ഒള്ളി കേട്ടോ. നെവിൻ ലവ് യു. ഓക്കെ കൊള്ളാം, അടിപൊളി. എന്തായാലും ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കുറച്ച് ഈ 30 ദിവസം ഇനിയുണ്ടല്ലോ ബാക്കി ഗെയിമില്.
ഉം. അയ്യോ, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ എളിയ. അല്ലളിയാ